ഇന്ത്യൻ ന്യൂസിലേക്ക് സ്വാഗതം. കർണാടകയിലെ ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെടുത്ത ലോറിയിൽ നിന്ന് ലഭിച്ച മൃതദേഹം DNA പരിശോധനയ്ക്ക് വിധേയമാക്കും. കോഴിക്കോട് സ്വദേശി അർജുൻ ഓടിച്ചിരുന്ന ലോറിയാണ് ഡ്രെഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ കണ്ടെടുത്തത്. കണ്ടെടുത്ത മൃതദേഹം DNA പരിശോധന നടത്തിയ ശേഷം ബന്ധപ്പെട്ടവർക്ക് വിട്ടു നൽകുമെന്ന് ജില്ലാ കളക്ടർ കെ ലക്ഷ്മിപ്രിയ പറഞ്ഞു. ലോറിയുടെ ക്യാബിനിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ കാർവാറിലെ ആശുപത്രിയിലേക്ക് മാറ്റി. അർജുന് വേണ്ടി നടത്തിയ തിരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് കർണാടക സർക്കാരിനും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും നന്ദി പറഞ്ഞ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. അർജുൻ ഓടിച്ചിരുന്ന ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് ലഭിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി അയൽ സർക്കാരിന് നന്ദി പറഞ്ഞും ലോറി ഉടമ മനാഫിനെ പ്രകീർത്തിച്ചും രംഗത്തെത്തിയത്. തിരച്ചിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കർണാടക സർക്കാരിനും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് കത്തയച്ചെന്നും പിണറായി വിജയൻ അറിയിച്ചു. ഈ ബൃഹത് ദൗത്യത്തിനായി പ്രയത്നിച്ച കാർവാർ നിയോജക മണ്ഡലം MLA സതീഷ് കൃഷ്ണസേലിനും ഉത്തര കന്നഡ ജില്ലാ ഭരണ സംവിധാനത്തിനും കത്തിൽ നന്ദി രേഖപ്പെടുത്തി. തിരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തിയ കേന്ദ്ര സംസ്ഥാന സേനകളോട് കേരളം കടപ്പെട്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി വന്ദേ ഭാരത് മെട്രോ എത്താൻ സാധ്യതയേറുന്നു. റെയിൽവേ ബോർഡ് ദക്ഷിണ റെയിൽവേക്ക് അനുവദിക്കുന്ന വന്ദേ മെട്രോകളിലൊന്ന് കേരളത്തിന് ലഭിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വന്ദേ മെട്രോ കേരളത്തിന് ലഭിക്കുകയാണെങ്കിൽ നിലവിൽ പ്രതിദിന യാത്രക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന തിരുവനന്തപുരം എറണാകുളം റൂട്ടിലാകും ഇത് ഓടിക്കുക. കോട്ടയം വഴി വന്ദേ മെട്രോ ഓടിച്ചാൽ ട്രെയിൻ സർവീസ് ഹിറ്റാകുന്നതിനൊപ്പം നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായും അത് മാറും. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുംബൈയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മണിക്കൂറുകളായി പെയ്ത കനത്ത മഴയെ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പല റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം മുംബൈയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മുംബൈ കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ഛത്തീസ്ഗഡിന് മുകളിൽ ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞു. കേരളത്തിൽ അടുത്ത 7 ദിവസം നേരിയ ഇടത്തരം മഴയ്ക്ക് മാത്രമാണ് സാധ്യതയുള്ളത്. അതേസമയം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സെപ്റ്റംബർ 29 ഞായറാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വ്യോമ ആക്രമണത്തിന് പിന്നാലെ ലെബനനിൽ കര ആക്രമണത്തിന് സൈന്യം തയ്യാറെടുക്കുന്നതായി ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹാലോവി. കര ആക്രമണം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് വ്യോമാക്രമണം ശക്തമാക്കിയതെന്നും ഹാലോവി വ്യക്തമാക്കി. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ മിസൈലുകൾ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് സൈനിക മേധാവി കരയുദ്ധത്തിലേക്ക് കടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ സമ്പന്ന ക്ഷേത്രങ്ങളിൽ മുൻപന്തിയിലുള്ള ഹിന്ദു ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ബാലാജി ക്ഷേത്രം. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലെ തിരുപ്പതിയിൽ തിരുമല കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്തുന്നത്. തിരുമല ക്ഷേത്രം, തിരുപ്പതി ക്ഷേത്രം, തിരുപ്പതി ബാലാജി ക്ഷേത്രം എന്നിങ്ങനെ നിരവധി പേരുകളിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 1ാം വർഷ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിൽ പ്രവേശനം പൂർത്തിയാക്കാനുള്ള തീയതി നീട്ടി. 2024 ഒക്ടോബർ 23 വരെ നീട്ടാൻ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകി.
പരസ്യ പ്രതികരണത്തിനില്ലെന്ന നിലപാട് തിരുത്തുമെന്ന സൂചന നൽകി നിലമ്പൂർ MLA PV അൻവർ. ആത്മാഭിമാനം ഇത്തിരി കൂടുതലാണെന്നും നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണല്ലോ എന്നും പറഞ്ഞ അൻവർ വൈകിട്ട് 5 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് വ്യക്തമാക്കി. പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്ന അൻവർ പരസ്യ പ്രസ്താവന താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് 3 ദിവസം മുന്നേ പ്രഖ്യാപിച്ചിരുന്നു. പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്. ദിവസങ്ങൾക്കകം അൻവർ വീണ്ടും വാർത്താ സമ്മേളനം നടത്തുന്നത് എന്തിനാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. KSRTC സ്റ്റാഫ് ട്രെയിനിംഗ് കേന്ദ്രത്തിൽ പരിശീലനം ലഭിച്ച ആദ്യ ബാച്ചിലെ 37 പേരിൽ 30 പേർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു. ലൈസൻസ് കരസ്ഥമാക്കിയവർക്ക് ആനയറ KSRTC സ്വിഫ്റ്റ് ആസ്ഥാനത്ത് വെച്ച് നടത്തുന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ലൈസൻസ് വിതരണം ചെയ്തു. പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ശാസ്ത്രീയമായി ഡ്രൈവിംഗ് പരിശീലിപ്പിച്ച് ഗുണമേന്മയുള്ള പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് KSRTC ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിച്ചത്. ജൂൺ 26-നാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി KSRTC ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന പദ്ധതി ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 11 സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.